അനുഭവങ്ങളുടെ തീച്ചൂളിൽ വാർത്തെടുത്ത ഗ്രന്ഥം യുഗപ്പിറവിക്ക് മുമ്പിൽ. ഒരു സ്വപ്നമെന്ന നൂലിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് അവരറിയാതെ തന്നെ അത്യപൂർവമായ ഊർജ്ജപ്രവാഹത്തിനൊപ്പം ചരിക്കേണ്ടി വരികയും അതിമാനുഷികമായ ചരിത്രത്തിൻ്റെ തുടർച്ചകളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്ത വ്യക്തിയുടെ ജീവിതയാത്രയും നേർക്കാഴ്ചയുമാണ് ഈ പുസ്തകം. ഈ ഗ്രന്ഥത്തിൻ്റെ കാച്ചിക്കുറുക്കിയ സാരാംശം നിങ്ങളിലെത്തിക്കാനുള്ളൊരു ചെറിയ ശ്രമം മാത്രമാണിത്. ഇതിലൂടെ നമ്മൾക്ക് രജിത് കുമാർ എന്ന മനുഷ്യനെ കാണാം, പഴനി ആണ്ടവനെ കാണാം, എല്ലമ്മാർക്കയുടെ സഞ്ചാരവീഥികൾ കാണാം, പഞ്ചേന്ദ്രിയത്തെ അനുഭവിച്ചറിയാം, ഭൗതികമായ ആത്മാന്വേഷണം നടത്താം. വരൂ, ഒരു യുഗപ്പിറവിക്ക് മുമ്പിൽ. എന്താണ് ആത്മീയത? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുത്തരമാണ് പറയാനുള്ളത്? മനസ്സിൽ സ്വന്തം മതം, വിശ്വാസം, ദൈവം, സന്യാസ ജീവിതം, ഇതിലേക്കൊക്കെയാവും ചിന്തകൾ കുതിറി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഇതാണോ ആത്മീയത അഥവാ സ്പിരിച്വാലിറ്റി? അല്ല. ഒരു ഉദാഹരണം പറയാം. വിശാലമായൊരു കപ്പൽ. ആ കപ്പലിൽ മുഴുവൻ ആപ്പിളുകൾ നിറച്ച പെട്ടികൾ, ലക്ഷക്കണക്കിന് പെട്ടികൾ. അതായത് കോടിക്കണക്കിന് ആപ്പിളുമായിട്ടാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. അതിലെ ഒരു ആപ്പിളിനുള്ളിൽ 2 പുഴുക്കളുണ്ട്. ആ പുഴു ആപ്പിളിനുള്ളിൽ സസുഖം ജീവിക്കുന്നു. ആ ആപ്പിളാണ് അവരുടെ ലോകം. അവരെ സംബന്ധിച്ച് അവരെല്ലാം തികഞ്ഞവരാണ്. പുഴുക്കൾ രണ്ടും ചർച്ച തുടങ്ങി. ആരാണ് വലിയവൻ? തർക്കമായി, അടിയായി, ചോരപ്പുഴയായി. കോടിക്കണക്കിന് ആപ്പിളുകളുണ്ട്. എവിടെ നിന്നോ എവിടേക്കോ പോവുകയാണ്. അവിടെ ഒരു ഉദ്ദേശം ആർക്കോ ഉണ്ട്. വിൽക്കുന്നവർക്കോ, വാങ്ങുന്നവർക്കോ, കപ്പലോട്ടുന്നവർക്കോ. ഇതൊന്നും അറിയാതെ ആപ്പിളുകൾക്കുള്ളിലെ ഒരാപ്പിളിലെ 2 പുഴുക്കൾ എന്തിനെന്നറിയാതെ തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടി കൂടുന്നു. ഇവരിൽ മൂന്നാമതൊരു പുഴുണ്ടെന്ന് കരുതുക. അതിനറിവുണ്ട്. എന്താണ്? തങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ആരോ നിയന്ത്രിക്കുന്ന, എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് തങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു യാത്രയിലെ കുറച്ചുമാത്ര ജീവിക്കാൻ കഴിയുന്ന വെറും പുഴുവാണ് താനെന്ന അറിവ്. ആ അറിവാണ് ജ്ഞാനം. ആ പുഴു ആര് വലിയവൻ എന്ന തർക്കത്തിന് സമയം കളയുമോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഭൂമി നിസ്സാരമാണെന്നും ഇതുപോലെ കോടാനുകോടി ആപ്പിളുകൾ വേറെയുണ്ടെന്നും അവയെല്ലാം തന്നെ ആരുടെയോ യാത്രയാണെന്നും അതെന്താണെന്നറിയാൻ പാവം പിടിച്ച നമ്മൾക്ക് യാതൊരു മാർഗവുമില്ലെന്നും ഒരാൾ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ അയാളെ ആത്മീയവാദി എന്ന് വിളിക്കും. അങ്ങനെയെങ്കിലൊരു ചോദ്യം: ഭൂമി, സൂര്യൻ, സൗരയുധം, ആകാശഗംഗ, അനേകം ആകാശഗംഗകൾ അടങ്ങിയ പ്രപഞ്ചം, ഇത്രയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആത്മീയ വെളിച്ചം കിട്ടിയവരാണോ? ഈ ചോദ്യത്തിനുത്തരം അല്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. അതാണ് മേൽപ്പറഞ്ഞ കപ്പലിൻ്റെ സഞ്ചാരം. അതെവിടെ നിന്ന്, എവിടേക്ക് എന്നുത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ മഹാത്മാക്കൾ ഇത് നിർവചിച്ചിട്ടുണ്ട്. ഈ ചെറു ഭൂമി മുതൽ എല്ലാം, സൗരയുധം, ആകാശഗംഗകൾ എല്ലാം ചുറ്റുന്നത് അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന ബ്രഹ്മം എന്ന പ്രതിഭാസത്തിലാണ്. ശാസ്ത്രവും ഈ സങ്കല്പത്തെ കൂട്ടുപിടിക്കുന്നു. ആബ്സല്യൂട്ട് എന്ന് പറയുന്നു. ദി സീറോ അബ്സല്യൂട്ട്. നമ്മളൊക്കെ ആത്മാന്വേഷികളാണെങ്കിൽ അപൂർവം ചിലർക്ക് അത് അനുഭവിച്ചറിയലാണ്. ഭഗവാൻ നയിക്കുന്ന പാതയിലൂടെയുള്ള യാത്ര. ഈ പ്രപഞ്ചത്തിൻ്റെ കാലപ്പഴക്കം മില്യൺ ബില്യൺ വർഷങ്ങളാണ്. ഇനിയും എത്രയോ കോടി വർഷങ്ങൾ പോകും. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ മനുഷ്യരാശിയിലെ ഒരു ഞൊടി മാത്രമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതകാലം. പക്ഷേ നമ്മൾക്കതൊരു ദീർഘമായ 100 വർഷങ്ങൾ. എന്നാൽ സുദീർഘമായ മനുഷ്യരാശിയുടെ പാത ഒരിക്കലും നീണ്ടതല്ല. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ രാശിയുടെ പാത ഒത്ത വൃത്തത്തിലാണെന്ന് കാണാം. തുടങ്ങിയെടുത്തു തന്നെ അതെത്തും. ഈ ഗ്രന്ഥത്തിൻ്റെ പലയിടത്തും രചിച്ച് ചരിത്രത്തിൻ്റെ തുടർച്ച, കഴിഞ്ഞ കാലത്തിൻ്റെ തിരിച്ചുവരവ് എന്നിങ്ങനെ സൂചിപ്പിക്കുന്നതായി കാണാം. വൃത്താകൃതിയിൽ തുടർച്ചയായി സഞ്ചരിച്ച് തുടങ്ങിയെടുത്ത് തന്നെ എത്തുന്ന പാതയെപ്പറ്റി അദ്ദേഹം അത് തൻ്റെ വെളിപാട് മാത്രമായി എടുത്താൽ മതി എന്ന് നിസ്സാരവൽക്കരിച്ചെങ്കിലും ഒരിക്കലും അതങ്ങനെയല്ല. വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രപഞ്ചയാത്രയാണത്. രചിച്ചി പറഞ്ഞ മനുഷ്യരാശിയിലെ വൃത്താകൃതിയിലുള്ള പാത. കാലചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
കാലചക്രം എന്ന വാക്കുപോലും അതിൻ്റെ വീതിയെ സൂചിപ്പിക്കുന്നു. രജിജിയുടെ വാക്കുകൾ കേവലം ഒരു വെളിപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥത്തിലേക്ക് തുടരാം. വൃത്താകൃതിയിലുള്ള മനുഷ്യരാശിയുടെ പാതയിൽ മനുഷ്യരാശിയുടെ 100 വർഷം ചെറിയൊരു നേർരേഖ മാത്രമാവുന്നു. എന്നാൽ ഭാഗ്യം ചെയ്ത ചിലർക്ക് കൃത്യം ആ വൃത്തത്തിൻ്റെ വളവിൽ ജനിക്കാനും ആ വളവ് അനുഭവിച്ചറിയാനും പറ്റും. 80കളിൽ ബാല്യകൗമാരവും 90ൽ യൗവനവും ആരംഭിച്ചവർ, 2 തലമുറയുടെ ജീവിതം അനുഭവിച്ചവർ, റേഡിയോയിലൂടെ ലോകം കേട്ടവരിൽ നിന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ കണ്ടവർ, 2 എക്സ്ട്രീമുകൾ അനുഭവിച്ചറിയാൻ പറ്റിയ തലമുറയാണവർ. മനുഷ്യരാശിയിലെ സുദീർഘമായ പാതയിലെ അപൂർവമായ തിരിവ് കാണാൻ യോഗമുണ്ടായവർ, ഭാഗ്യശാലികൾ. ഈ കാലയളവിലാണ് രജിജി ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ തിരൂരിൽ 80കളിൽ ജനിച്ചു. അതിസാധാരണമായ ബാല്യം. അച്ഛൻ KCB ജീവനക്കാരൻ KP രാഘവൻ, അമ്മ സുലോചന നെന്മാറക്കാരി. അവർക്ക് 2 ആൺമക്കൾ, മുതിർന്നയാൾ രജിജി. അച്ഛൻ്റെ ആദ്യ ജോലിസ്ഥലമായതിനാൽ കാണിപ്പയറിലെ ക്വാർട്ടേഴ്സിലെ ജീവിതം, പിന്നീട് ചേലക്കരയിലേക്ക്, അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ പഠിപ്പ്. സാധാരണമായ ബാല്യം. അച്ഛൻ്റെ ജോലിസ്ഥലമായിരുന്നല്ലോ ജീവിതം. വാടക വീടുകൾ, മാറ്റങ്ങൾ. ആദ്യം കുന്നംകുളം കാണിപ്പയ്യൂർ, പിന്നീട് ചേലക്കരയിൽ. ബാല്യം അങ്ങനെ പോകുന്നു. തിരൂരിലേക്കുള്ള യാത്ര ആകസ്മികമായിരുന്നു. ഹെഡ് മാസ്റ്ററായിരുന്ന മുത്തച്ഛൻ നാരായണക്കുറുപ്പ് അമ്മൂമ്മയും ആവശ്യത്തിന് കൃഷി പറമ്പൊക്കെയായി കഴിഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലാത്ത മുത്തച്ഛൻ ഉറക്കത്തിനിടയിൽ ഈ ലോകത്തു നിന്ന് മുക്തി നേടി. ഒരു ദിവസം പാതിരാത്രി മരണവാർത്തയുമായി വന്ന കാറിൽ തിരൂരിലേക്ക് യാത്രയായി. പിന്നീടൊരു തിരൂർക്കാരനായി മാറി. അച്ഛൻ, അമ്മ, 2 ആൺമക്കൾ, പിന്നെ അമ്മൂമ്മയും. തിരൂർ പർവം ഇവിടെ ആരംഭിച്ചു. ആത്മീയമായ ചിന്തകൾ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത ബാല്യം. വിശേഷ ദിവസങ്ങളിൽ മാത്രമുള്ള അമ്പല ദർശനം, കളി എന്ന ജ്വരം മാത്രം. അന്നൊക്കെ ഫുട്ബോൾ ആയിരുന്നു ആവേശം. ക്രിക്കറ്റ് എന്നൊരു കളിയുണ്ട് എന്ന് കേട്ടു തുടങ്ങിയ കാലം. TV ഒരു അത്ഭുത വസ്തുവായിരുന്നു. പെട്ടിക്കുള്ളിൽ സിനിമയുണ്ടെന്ന് കേട്ടു തുടങ്ങി. അത്ഭുതപ്പെട്ടിയായ TV പുരപ്പുറത്ത് ആന്റണിയുമായി നാട്ടിലെത്തി, ശിവരാമേട്ടൻ്റെ വീട്ടിൽ. അവിടെ ഒരു ഗ്രാമം മുഴുവൻ മഡോണ എന്ന അത്ഭുത പ്രതിഭാസത്തെ നോക്കിക്കണ്ടു. മഹാഭാരതത്തിൽ അന്ധനായ ധൃതരാഷ്ട്രക്ക് കുരുക്ഷേത്ര യുദ്ധം ദിവ്യദൃഷ്ടിയാൽ കണ്ട് സഞ്ജയൻ ലൈവ് കമന്ററി നടത്തുന്നു എന്ന് വ്യാസൻ എഴുതിയത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാവുകയായിരുന്നു. ഈ കാലഘട്ടത്തിലെ തന്നെ മറക്കാനാവാത്ത ഒന്നാണ് അപൂർവമായി വരുന്ന നെന്മാറ യാത്രകൾ. അമ്മയുടെ നാട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അമ്മ. ആ അമ്മയുടെ അമ്മ എൻ്റെ അമ്മൂമ്മ ദേവകിയമ്മ. മുത്തശ്ശൻ നാരായണൻ നായർ, ഫോറസ്റ്റ് വകുപ്പിൽ ഉദ്യോഗസ്ഥൻ. അന്നത്തെ ഭൂരിഭാഗ കുട്ടികളെ പോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതിന് യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. ജീവിതം കരുപിടിപ്പിക്കാനുള്ള രക്ഷിതാക്കളുടെ ഓട്ടം. തൽഫലമായി വലിയൊരു ശതമാനം കുട്ടികളും ഒരുതരം അരക്ഷിതാവസ്ഥയിലായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വഴി ആലോചിച്ചാൽ 2 തലമുറ മുമ്പേ ഉദ്യോഗത്തിന് പ്രാധാന്യം കൊടുത്ത കുടുംബമാണ് രണ്ടും. അങ്ങനെ നോക്കുമ്പോൾ ഒരു കരിയറിസ്റ്റിക് ആവേണ്ട ഞാൻ ക്ലാസ്സിൽ ഒരു ഏവറേജ് വിദ്യാർത്ഥിയായി. 5-ാമനും 6-ാമനുമൊക്കെയായി മുന്നോട്ട് പോയി. അന്തർമുഖത്വം തന്നെയായിരുന്നു അന്നത്തെ മുഖമുദ്ര. 10ാം ക്ലാസ് പാസ്സായി. സബ് എഞ്ചിനീയറായ അച്ഛൻ്റെ സ്വാധീനം വെച്ചോ NSSൻ്റെ സ്വാധീനം വെച്ചോ വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 2nd ഗ്രൂപ്പിൽ ചേർന്നു. തൃശ്ശൂർ നഗരത്തിൽ ദിനേന പോയി വരിക എന്ന മോഹം സഫലമായി. ജീവിതം ആസ്വദിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. സമരങ്ങളുടെ കാലം. സമരമുള്ള ദിവസം 10 മണിക്കേ ഫ്രീയാകും. നേരെ സിനിമയ്ക്ക്. സിനിമ എന്ന മാസ്മരിക ലോകത്തേക്കുള്ള കൂപ്പുകുത്തലായിരുന്നു അത്. സിനിമ എന്നിലേക്ക് ഇറങ്ങി വന്ന നാളുകൾ. സിനിമക്കാരനാവുക എന്ന സ്വപ്നം എന്നിൽ ഭരണം തുടങ്ങി. ഈ സമയങ്ങളിൽ കുടുംബാന്തരീക്ഷം കൂടുതൽ കുലുഷിതമായി മാറി. അച്ഛൻ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള ആശുപത്രിവാസങ്ങൾ, കൂടെ മൂത്ത പുത്രനായ എൻ്റെ ഉഴപ്പിയുള്ള പ്രീ ഡിഗ്രി കാലം. ഞാൻ പ്രീ ഡിഗ്രി തോറ്റു. അച്ഛൻ ആരോഗ്യവുമായുള്ള പോരാട്ടത്തിലും. 1991 ആഗസ്റ്റ് 8-ന് അമ്മയും അനുജനും ഞാനും അടങ്ങുന്ന കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് അച്ഛൻ ലോകത്തോട് വിട പറഞ്ഞു. ഒരാളുടെ ഇല്ലാതാവൽ മാത്രമായിരുന്നില്ലേ അത്. ലോകത്തെ അത്രയും സിമ്പിളായി ജീവിച്ചിരുന്ന 17-കാരനെ പെട്ടെന്ന് മുതിർന്നവനാക്കലായിരുന്നു.
അച്ഛൻ അസുഖമാണ്, പക്ഷെ അതൊരിക്കലും അച്ഛനില്ലായ്മ എന്ന അരക്ഷിതത്വത്തിലേക്ക് ഞങ്ങളെ തള്ളിയിടുമെന്ന് കരുതിയിരുന്നില്ല. അച്ഛൻ്റെ മരണശേഷം ഇടക്കാല പരീക്ഷയിൽ വീണ്ടും ഡിഗ്രി എഴുതി പാസ്സായി. അതിനിടയിൽ മുന്നിൽ 2 വഴികൾ തെളിഞ്ഞു. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മസ്തൂർ തസ്തികയിൽ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഡിഗ്രി എടുത്ത് ഉയർന്ന തസ്തികയിൽ. ആലോചിക്കാൻ അധികം സമയമില്ലായിരുന്നു. വലിയ സാമ്പത്തിക പ്രശ്നത്തിന് നടുവിൽ കുടുംബം, മൂത്ത മകൻ, വഞ്ചി തുഴയേണ്ടവൻ. അങ്ങനെ KSEBയിൽ മസ്തൂർ അഥവാ വർക്കർ തസ്തികയിൽ ഉദ്യോഗപർവം ആരംഭിച്ചു. അതിനിടയിൽ പ്രൈവറ്റായി ഡിഗ്രി പഠനം കഴിഞ്ഞു. തുടർന്ന് വർക്കർ തസ്തികയിൽ നിന്ന് പ്രമോഷൻ ആവുകയും കാഷ്യർ ആവുകയും ചെയ്തു.